നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളാണ്. ഇലക്ഷന് മുമ്പ് അവർ എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പാലക്കാട് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് അവരുടെ ഈ സംഭാഷണം. അവർ ഉറപ്പിച്ച് പറയുന്നു, പാലക്കാട് തീർച്ചയായും വിജയിക്കും, ഹാട്രിക് ആണ്, നിർബന്ധമായിട്ടും അത് വിജയമായിരിക്കും എന്നെല്ലാം പറയുന്നു. അതായത് തിരുവനന്തപുരത്ത് നേമത്ത് രാജഗോപാൽ വിജയിച്ചു, അതേപോലെ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചു, ഈ പാലക്കാട് വിജയിക്കാൻ കൃഷ്ണകുമാറാണെന്നാണ്. എന്നാൽ അവരുടെ വാക്കുകൾ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറയുന്നതെങ്കിലും അവർക്കെതിരെയാണ് പരാതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അവർ പാലക്കാട് പോയി അട്ടിമറിച്ചു, BJP വോട്ടുകൾ അട്ടിമറിച്ചു, അതുകൊണ്ടാണ് കൃഷ്ണകുമാർ തോറ്റത് സുരേന്ദ്രനും അതേപോലെ രഘുവും കേന്ദ്ര BJP കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലപ്പുറത്തേക്ക് എന്തെങ്കിലും വിഭാഗീയതയുണ്ടോ? ആരെങ്കിലും ആത്മാർത്ഥതയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ അടിച്ചു വീഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ സമീപനം. അതായത് ആരെങ്കിലും സത്യസന്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ അടിച്ചു വീഴ്ത്തുക എന്നുള്ളതാണ് BJPയിലെ വിഭാഗീയ പ്രവർത്തനം. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ കാലമായി നിശബ്ദയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോട് കൂടിയിട്ടാണ് അവർ വീണ്ടും രംഗത്ത് വന്നത്. അതിന് കാരണം, അവർ നിശബ്ദയാവാൻ കാരണം 2021 ഇലക്ഷനിൽ, 2016 ഇലക്ഷനിൽ പാലക്കാടും 21 ഇലക്ഷനിൽ ആറ്റിങ്ങലും മത്സരിച്ചിട്ടുള്ള അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ്. അവർ പിന്നീട് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി, അവർ ശബ്ദം അനങ്ങാതിരിക്കാൻ വേണ്ടി, കേരളത്തിൽ എവിടെയും പ്രവർത്തനം കൊടുക്കാതിരിക്കുക, പ്രസംഗിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക, സ്ഥാനങ്ങൾ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ എല്ലാ തരത്തിലും മാനസികമായി പീഡിപ്പിച്ച് ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമം നടന്നു. കേരളത്തിൽ ഏറ്റവും അധികം പിണറായി വിജയനെതിരെ ശക്തമായി ശബ്ദിക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. അവർ കൃത്യമായി പിണറായി വിജയൻ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും തട്ടിപ്പുകാരനാണെന്നും കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ലാവ്ലിൻ കേസിലാണെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്തിലാണെങ്കിലും ഡോളർ കടത്തിലാണെങ്കിലും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ഷോൺ ജോർജ് കേസ് കൊടുത്ത കരിമണൽ കർത്തയുടെ കേസിലാണെങ്കിലും എല്ലാം തന്നെ പിണറായി വിജയൻ മുഖ്യ പ്രതിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകളും പ്രതിയാണെന്നറിയാം. അത് ഇവരെ രണ്ടുപേരെ മാത്രമല്ല, CPMലെ പ്രമുഖരായ ചില നേതാക്കന്മാർ ഇതിലെല്ലാം ഇൻവോൾവ് ആണെന്ന് നമുക്കറിയാമായിരുന്നു. മുമ്പത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, അതേപോലെ തിരുവനന്തപുരത്ത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം, അതേപോലെ AC മൊയ്തീൻ, ഇതേപോലെ KT ജലീൽ, നിരനിരയായിട്ട് ഇവരെയൊക്കെ തൂക്കിയെടുത്ത് ജയിലിലടയ്ക്കാൻ എല്ലാ സാധ്യതയുണ്ടായിട്ടും തെളിവുകളുണ്ടായിട്ടും എന്താ ചെയ്തത് BJP നേതൃത്വം ഇവരെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ഇവരുടെ കേസുകളെല്ലാം അട്ടിമറിക്കുന്ന സമീപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ലാവ്ലിൻ കേസ് ഇപ്പോൾ 8 വർഷമാവാറായി നീട്ടി കൊണ്ടുപോവുകയാണ്. യാതൊരു എളുപ്പവുമില്ലാതെയാണ് ഇവർ നീട്ടിക്കൊണ്ടുപോകണം. എന്നോട് ഇവിടെ ഇരുന്നിട്ട് പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരാണെന്ന് പറയുക. വോട്ട് വരുമ്പോൾ, ഇലക്ഷൻ വരുമ്പോൾ പരസ്പര ധാരണയോടെ വോട്ട് അങ്ങോട്ടും ക്രോസ് വോട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിജയിപ്പിച്ചു കൊടുക്കുക. ഇത് തന്നെയാണ് ബാലശങ്കർ പറഞ്ഞിട്ടുള്ളത്. BJPയുടെ RSSൻ്റെ ഔദ്യോഗിക വക്താവായ ബാലശങ്കർ പറഞ്ഞത് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ 67 സ്ഥലങ്ങളിൽ വോട്ട് മറച്ചു എന്നാണ്. നിയമസഭാ ഇലക്ഷനിൽ 5 സ്ഥലങ്ങളിൽ മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും BJPക്ക് അനുകൂലമായി CPM മറച്ചില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ പൂരം കലക്കിയിട്ടും അല്ലാതെയും CPM വോട്ട് മറച്ചിട്ടുണ്ട്. 1,87,000 വോട്ടാണ് കഴിഞ്ഞ 2021 ഇലക്ഷനിൽ 7 നിയോജകമണ്ഡലങ്ങളിലായി LDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതിനുശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ 75,000 വോട്ടിനാണ് ആര് ജയിച്ചത്? സുരേഷ് ഗോപി ജയിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? 2,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. 2,50,000 വോട്ട് മറഞ്ഞു എന്നുള്ളതാണ്. ഈ വോട്ട് എങ്ങനെ മറഞ്ഞു? ആര് മറച്ചു? അതായത് 50 മുതൽ 75 വരെയുള്ള വോട്ട് 1,300 ബൂത്തുകളിൽ മറച്ചത് വഴി ഏകദേശം 65,000-70,000 വോട്ട് മറിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ CPMൻ്റെ ഇതല്ലാതെ 65,000 വോട്ട് BJP പല ഫ്ലാറ്റുകളുടെ പേരിലും അല്ലാതെയൊക്കെ ചേർത്തിയിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 1,30,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പൂരം കലക്കിയത് വഴി 10,000-20,000 വോട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ വോട്ടുകളെല്ലാം മറഞ്ഞത് വഴിയാണ് CPM അവിടെ തോൽക്കാൻ കാരണം, CPI തോൽക്കാൻ കാരണവും BJP വിജയിക്കാൻ കാരണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വേറിട്ടെന്ന് സ്വന്തമായി പ്രവർത്തിച്ചൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവരെവിടെ പ്രവർത്തിക്കുന്നോ അവിടെ ഒറ്റയ്ക്ക് നിന്ന് വോട്ട് നേടാനുള്ള കഴിവുണ്ട്. അവർ BJPയുടെ ഔദ്യോഗികമായ തീരുമാനം എന്താണോ അത് പ്രകാരം പ്രവർത്തിച്ച്
പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിട്ടാണ് അവർ വോട്ട് നേടിയിട്ടുള്ളത്. എന്നാൽ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ വി മുരളീധരനോ പിണറായി വിജയനുമായി യോജിച്ചുകൊണ്ടാണ് പരസ്പരം അവരുടെ നിന്ന് വോട്ട് വാങ്ങിയിട്ടാണ് വിജയിക്കുന്നത്. പാലക്കാട് അത്രയും കഠിനമായി പ്രയത്നം ചെയ്തിട്ടും അവസാനം ശോഭാ സുരേന്ദ്രനെ ഒതുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവർക്കെതിരെ വലിയ ആരോപണമായിട്ട് എത്തിയിരിക്കുകയാണ്. അവരാണ് പാലക്കാട് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. കഷ്ടകാലം എന്നല്ലാതെ എന്താണ് പറയുക? ഈ പാർട്ടിയെ ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വി മുരളീധരൻ, കെ സുരേന്ദ്രനെ പോലുള്ള ആളുകളെ എന്ന് പാർട്ടിയിൽ നിന്ന് അടിച്ചോടിക്കുന്നോ അന്ന് BJP നന്നാവും, അല്ലാത്തടത്തോളം നന്നാവില്ല. സാധാരണ അണികളൊക്കെ തന്നെ BJPക്ക് എതിരാണ് എന്നുള്ള കാര്യം 100% സത്യമാണ്. നന്ദി, നമസ്കാരം. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഭാരതീയ ജനതാ പാർട്ടി NDA സംബന്ധിച്ച് പാലക്കാടിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തായിരുന്നു. കുറഞ്ഞ വോട്ടിനാണ് പരാജയപ്പെട്ടു പോയത്. ഇത്തവണ ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഒരു വലിയ മൂവ്മെന്റ്. കാരണം രാജഗോപാൽജിക്ക് ശേഷം പാലക്കാട് നിന്ന് ഞങ്ങളുടെ എൻട്രി, അത് വരാൻ പോകുന്ന നാളുകളിലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സർക്കാരിന് 3ാം ബദലിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പായിരിക്കും. അത് പാലക്കാട്ട് നിന്നായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചങ്കിൽ താമര ഓരോ വ്യക്തികൾക്കുമുണ്ട്. 3ാം ബദൽ അത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്.